നമുക്ക് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവാം. ഇറ്റ് ഈസ് കിങ്ഡം പ്രോട്ടിസ്റ്റ. കിങ്ഡം പ്രോട്ടിസ്റ്റയെ കുറിച്ച് നോക്കുമ്പം ഇറ്റ് ഇൻക്ലൂഡ്സ് സിംഗിൾ സെൽഡ് യൂകാരിയോട്സ്. ഓക്കെ, സിംഗിൾ സെൽ ദാറ്റ് മീൻസ് യൂണിസെല്ലാർ ആയിട്ടുള്ള യൂകാരിയോട്സ് ആണ് കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇവർക്കുണ്ട്, അതുകൊണ്ടാണല്ലോ നമ്മൾ യൂകാരിയോട്സ് എന്ന് പറയുന്നത്. ആൻഡ് അതർ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ആർ ഓൾസോ പ്രസൻറ്റ്. സം ഹാവ് ഫ്ലജെല്ല ഓർ സീലിയ, ചിലർക്ക് ഫ്ലജെല്ലയും അതുപോലെ തന്നെ സീലിയം ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ദ പ്രോട്ടിസ്റ്റ് ആർ പ്രൈമർലി അക്വാട്ടിക് ആണ്. ഓക്കെ, പ്രൈമർലി അക്വാട്ടിക് ഓർഗാനിസംസ് ആണ് പ്രോട്ടിസ്റ്റുകളൊക്കെ. ഇറ്റ് ഇസ് എ ലിങ്ക് വിത്ത് പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് ഫംഗൈ. സോ ഈ കിങ്ഡം പ്രോട്ടിസ്റ്റയുടെ ഏറ്റവും വലിയൊരു പെക്യുലാരിറ്റി ആണ് ഇവർ ഒരു ലിങ്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ പ്ലാന്റ്സിനെയും ആനിമൽസിനെയും ഫംഗസിൻ്റെയും ഒക്കെ ഒരു ലിങ്കാണ് നമ്മുടെ ഈ ഒരു പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത്. ദേ റീപ്രൊഡ്യൂസ് അസെക്ഷലി ആൻഡ് സെക്ഷലി. ഓക്കെ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്, സെൽ ഫ്യൂഷൻ അതുപോലെ തന്നെ സൈഗോട്ട് ഫോർമേഷൻ ആണ്. കിങ്ഡം പ്രോട്ടിസ്റ്റയുടെ ക്ലാസിഫിക്കേഷൻസിലേക്ക് പോവാം. ഫസ്റ്റ് വൺ ഈസ് ക്രൈസോഫൈറ്റ്സ്, ദെൻ ഡൈനോഫ്ലജലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈം മോൾസ് ആൻഡ് പ്രോട്ടോസോയിൻസ്. ഓക്കെ, ഫസ്റ്റ് ഈസ് ക്രൈസോഫൈറ്റ്സ്. ക്രൈസോഫൈറ്റ്സിൻ്റെ പ്രത്യേകത ദേ ആർ ഫൗണ്ട് ഇൻ ഫ്രഷ് വാട്ടർ ആൻഡ് മെറൈൻ എൻവയൺമെൻറ്റ്സ് ആണ്. മൈക്രോസ്കോപ്പിക് ആണ് ആൻഡ് ദേ ഫ്ലോട്ട് പാസീവ്ലി ഇൻ വാട്ടർ കറൻസ്. ഓക്കെ, അവർ പാസീവ്ലി വാട്ടർ കറൻസിൽ ഫ്ലോട്ട് ചെയ്യാറുണ്ട്. അതിന് നമ്മൾ പറയുന്നതാണ് പ്ലാങ്ക്ടൺ. ഓക്കെ, മോസ്റ്റ് ഓഫ് ദം എന്താണ് ഫോട്ടോസിന്തറ്റിക് ആണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഡയറ്റംസ്, ഗോൾഡൻ ആൽഗി, ഡസ്മിഡ്സ്. ഓക്കെ, ഡസ്മിഡ്സും നമ്മുടെ ഡയറ്റംസും ഒക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കുന്ന ഗ്രൂപ്പാണ് ക്രൈസോഫൈറ്റ്സ് എന്ന് ഓർക്കുക. മൈക്രോസ്കോപ്പിക് ആണ്, ഫ്ലോട്ട് പാസീവ്ലി ഇൻ വാട്ടർ കറൻസ്, ദാറ്റ് ഇസ് പ്ലാങ്ക്ടൺ. ഫ്രഷ് വാട്ടർ ആൻഡ് മെറൈൻ എൻവയൺമെൻറ്റ്സിലാണ് കാണുന്നത്. മെയിൻലി ഫോട്ടോസിന്തറ്റിക് ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡയറ്റം. ദെൻ ഗോൾഡൻ ആൽഗി, ഇതൊക്കെ നമുക്ക് ഈ പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ട്. ഡയറ്റംസ് നോക്കാം. ദേ ഹാവ് സിലിക്കേഷ്യസ് സെൽ വോൾസ് ഫോമിങ് ടു തിൻ ഓവർലാപ്പിംഗ് ഷെൽസ് വിച്ച് ഫിറ്റ് ടുഗെദർ ആസ് ഇൻ എ സോപ്പ് ബോക്സ്. ഓക്കെ, സോ അവർക്ക് സിലിക്ക മെറ്റീരിയൽ കൊണ്ടുള്ള സെൽ വോളാണ് അവർക്കുള്ളത്. ടു തിൻ ഓവർലാപ്പിംഗ് ഷെൽസ് ആണ്. അതിങ്ങനെ ഇങ്ങനെ ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു സോപ്പ് ബോക്സ് പോലെയാണ് നമുക്ക് അതിൻ്റെ ഒരു സ്ട്രക്ചർ കാണാൻ പറ്റുന്നത്. ദ ഡയറ്റംസ് ദേ ആർ ദ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഓഷ്യൻ. ഓഷ്യനിലെ ചീഫ് പ്രൊഡ്യൂസർ എന്നറിയപ്പെടുന്നതാണ് നമ്മുടെ ഡയറ്റംസ്. The cell wall deposit of diatoms over billions of years in the habitat that is known as diatomaceous earth. Okay, ആ ഒരു ഡയറ്റംസിൻ്റെ അതിൻ്റെ ഡെപ്പോസിറ്റ്, സെൽ വോൾ ഡെപ്പോസിറ്റ് ബില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിയുമ്പം എന്തായിട്ട് മാറുന്നു? ഡയറ്റമേഷ്യസ് എർത്ത് ആയിട്ട് മാറുന്നു. അതെന്തിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? പോളിഷിംഗ്, ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്സ്. ഓക്കെ, ഡൈനോഫ്ലജലേറ്റ്സ് നോക്കാം. മോസ്റ്റ്ലി മെറൈൻ ആൻഡ് ഫോട്ടോസിന്തറ്റിക് ആണ്. ഓക്കെ, ക്രൈസോഫൈറ്റ്സ് നോക്കിയപ്പോൾ ഫ്രഷ് വാട്ടർ മെറൈനും ഉണ്ടായിരുന്നു, ബട്ട് ഡൈനോഫ്ലജലേറ്റ്സിൽ മോസ്റ്റ്ലി മെറൈൻ ആണ്, അതുപോലെ തന്നെ ഫോട്ടോസിന്തറ്റിക് ആണ്. ദേ അപ്പിയർ യെല്ലോ, ഗ്രീൻ, ബ്രൗൺ, ബ്ലൂ ഓർ റെഡ് ഡിപ്പെൻഡിങ് ഓൺ ദ മെയിൻ പിഗ്മെൻറ്റ് ഇൻ ദ സെൽ. അവരുടെ സെല്ലിൽ ഏത് മെയിൻ പിഗ്മെൻ്റ് ആണോ ഉള്ളത് അതിനനുസരിച്ച് യെല്ലോ ആകാം, ഗ്രീൻ ആകാം, ബ്രൗൺ ആകാം, ബ്ലൂ ആകാം, റെഡ് ആകാം, അങ്ങനെ പല പല കളേഴ്സിൽ നമുക്ക് കാണാൻ പറ്റും. ദ സെൽ വോൾ ഹാസ് സ്റ്റിഫ് സെല്ലുലോസ് പ്ലേറ്റ്സ് ഉണ്ട്. ഔട്ടർ സർഫസിന് എന്തുണ്ട്? സ്റ്റിഫ് ആയിട്ടുള്ള സെല്ലുലോസിക് പ്ലേറ്റ്സ് ഉണ്ട്. മോസ്റ്റ് ഓഫ് ദം ഹാവ് ടു ഫ്ലജെല്ല. മിക്കവർക്കും രണ്ട് ഫ്ലജെല്ലയാണുള്ളത്. വൺ ലൈസ് ലോഞ്ചിറ്റ്യൂഡലി ആൻഡ് ദ അതർ ട്രാൻസ്വേഴ്സലി ഇൻ എ ഫറോ ബിറ്റ്വീൻ വാൾ പ്ലേറ്റ്സ്. ഓക്കെ, ഒരെണ്ണം ലോഞ്ചിറ്റ്യൂഡലി ആണെങ്കിൽ മറ്റൊന്ന് ട്രാൻസ്വേഴ്സലി ആണ്. ഇൻ എ ഫറോ ബിറ്റ്വീൻ ദ ടു വാൾ പ്ലേറ്റ്സ് ആണ് ഈ ഒരു രണ്ട് ഫ്ലജെല്ല നമുക്ക് കാണാൻ പറ്റുന്നത്. ദ റെഡ് ഡൈനോഫ്ലജലേറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം ഗോണിയാലക്സ്, ഇറ്റ്സ് എ റെഡ് ഡൈനോഫ്ലജലേറ്റ് ആണ്. ദേ അണ്ടർഗോ റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ സോ ദാറ്റ് ദ സീ അപ്പിയർ റെഡ്, ദാറ്റ് ഈസ് റെഡ് ടൈഡ്സ് നമ്മൾ പറയും. ദേ റിലീസ് ടോക്സിൻസ് ദാറ്റ് കിൽ മറൈൻ ആനിമൽസ് ലൈക്ക് ഫിഷസിനൊക്കെ കിൽ ചെയ്യുന്ന ടോക്സിൻസ് റിലീസ് ചെയ്യുന്നവരാണ് ഈ റെഡ് ഡൈനോഫ്ലജലേറ്റ്സ് ആയിട്ടുള്ള എക്സാമ്പിൾ എന്നാണ് ഗോണിയാലക്സ്. ഇതാണ് കേട്ടോ നമ്മുടെ റെഡ് ടൈഡ്സ്. ഇങ്ങനെ സീ ഒക്കെ ഇങ്ങനെ റെഡ് ആയിട്ട് കാണും. യൂഗ്ലിനോയിഡ്സിലേക്ക് പോവാം. മെയിൻലി ഫ്രഷ് വാട്ടർ ഓർഗാനിസംസ് ആണ്. അവരെവിടെയാണ് കാണുന്ന? സ്റ്റാഗ്നൻറ്റ് വാട്ടറിൽ, കെട്ടിക്കിടക്കുന്ന വാട്ടറിലാണ്. ഫ്രഷ് വാട്ടർ ഓർഗാനിസംസ് ആണ്. അപ്പോൾ ക്രൈസോഫൈറ്റ്സ് നോക്കുമ്പോൾ എന്താണ്? ഫ്രഷ് വാട്ടർ മെറൈനും ഉണ്ട്. ഡൈനോഫ്ലജലേറ്റ് ആയപ്പോൾ എന്തായി? മെറൈനായി മോസ്റ്റ്ലി. ഇവിടെ നമുക്ക് ഫ്രഷ് വാട്ടർ ഓർഗാനിസംസ് ആണ് കൂടുതലും കാണുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് സെൽ വോൾ എന്താണ്? ദേ ഹാവ് എ പ്രോട്ടീൻ റിച്ച് ലെയർ ആണുള്ളത്. ആ പ്രോട്ടീൻ റിച്ച് ലെയറിൻ്റെ പേര് എന്താണ്? പെല്ലിക്കിൾ എന്നാണ് നമ്മൾ പറയുന്നത്. എന്താണ് പെല്ലിക്കിളുടെ ഫംഗ്ഷൻ? ഫ്ലെക്സിബിലിറ്റി ബോഡിക്ക് കൊടുക്കുക എന്നുള്ളതാണ്. രണ്ട് ഫ്ലജെല്ലയാണുള്ളത്, ഷോർട്ട് ആൻഡ് എ ലോങ് വൺ. ഓക്കെ, ഷോർട്ട് ആൻഡ് ലോങ് ഫ്ലജെല്ല ഉണ്ട്. പ്രോട്ടീൻ റിച്ച് ലെയർ ഉണ്ട്, അതിൻ്റെ പേരാണ് പെല്ലിക്കിൾ. എന്ത് കൊടുക്കുന്നു? എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ? ഫ്ലെക്സിബിലിറ്റി കൊടുക്കുകയാണ് ബോഡിക്ക്. മെയിൻലി ഫ്രഷ് വാട്ടർ ഓർഗാനിസംസ് ആണ്. ദേ ഫൗണ്ട് ഇൻ സ്റ്റാഗ്നൻറ്റ് വാട്ടർ. ഇത് നമ്മുടെ യുഗ്ലിനയുടെ പിക്ചറാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. യൂഗ്ലിനോയിഡ്സ് നമ്മൾ നോക്കുമ്പം അവർ ഫോട്ടോസിന്തറ്റിക് ആണ്. ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്, സൺലൈറ്റിൻ്റെ പ്രസൻസിൽ മാത്രമാണ് ഒരു ഫോട്ടോസിന്തറ്റിക്. ഇൻ ദ ആബ്സൻസ് ഓഫ് സൺലൈറ്റ് എന്താണ്? ദേ ബിഹേവ് ലൈക്ക് ഹെറ്ററോട്രോപ്സ് ആണ്. ബൈ പ്രിഡേറ്റിംഗ് ഓൺ അതർ ഓർഗാനിസംസിനെ പ്രിഡേറ്റ് ചെയ്തുകൊണ്ട് ഹെറ്ററോട്രോപ്സ് ആയിട്ട് അവർ ബിഹേവ് ചെയ്യും ഇൻ ദ ആബ്സൻസ് ഓഫ് സൺലൈറ്റ്. ഓക്കെ, ദ പിഗ്മെൻറ്റ്സ് ആർ ഐഡൻറ്റിക്കൽ ടു ദോസ് ഇൻ ഹയർ പ്ലാന്റ്സിൽ കാണാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് പിഗ്മെൻറ്റ്സ് യൂഗ്ലിനോയിഡ്സിൽ പ്രസൻറ്റ് ആണ്. മെയിൻലി ഫോട്ടോസിന്തറ്റിക് ആണ്, പക്ഷേ അത് പ്രസൻസ് ഓഫ് സൺലൈറ്റിൽ മാത്രമാണെന്ന് ഓർക്കുക. ആബ്സൻസ് ഓഫ് സൺലൈറ്റിൽ ഹെറ്ററോട്രോപ്സ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾ എന്താണ്? യൂഗ്ലീന. ഓക്കെ,
കിങ്ഡം പ്രോട്ടിസ്റ്റയുടെ നെക്സ്റ്റ് ഗ്രൂപ്പാണ് സ്ലൈം മോൾസ്. സ്ലൈം മോൾസ് മെയിൻലി എന്താണ്? സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റ് ആണ്. എന്താണ് സാപ്രോഫൈറ്റിക്? ദ ഓർഗാനിസംസ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ഡീക്കേയിങ് ആൻഡ് ഡെഡ് റിമെയിൻസ്. സോ സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റ് ആണ് നമ്മുടെ സ്ലൈം മോൾസ് എന്ന് പറയുന്നത്. ദ ബോഡി മൂവ്സ് അലോങ് ഡീക്കേയിങ് ട്വിഗ്സ് ആൻഡ് ലീവ്സ് എൻഗൾഫിംഗ് ഓർഗാനിക് മെറ്റീരിയൽ. അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻസ് എന്ത് ചെയ്യുന്നു? ദേ ഫോം ആൻ അഗ്രഗേഷൻ. അഗ്രഗേഷൻ്റെ പേര് എന്താണ്? പ്ലാസ്മോഡിയം. അത് സ്യൂട്ടബിൾ കണ്ടീഷൻസിലാണ് ഫോം ചെയ്യുന്നത് പ്രത്യേകം ഓർക്ക്. ഓക്കെ, അഗ്രഗേഷൻ ഫോം ചെയ്യുന്നത് എപ്പോഴാണ്? സ്യൂട്ടബിൾ കണ്ടീഷനിലാണ്. അതിൻ്റെ പേര് എന്താണ്? പ്ലാസ്മോഡിയം. ഇറ്റ് മേ സ്പ്രെഡ് ഓവർ സെവറൽ ഫീറ്റ്. അത് എന്ത് ചെയ്യുന്നുണ്ട്? സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു അഗ്രഗേഷൻ ആണ് നമ്മുടെ പ്ലാസ്മോഡിയം. നമുക്ക് ഈ പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഇനി സ്ലൈം മോൾസിൻ്റെ അണ്ടർ അൺഫേവറബിൾ കണ്ടീഷൻ ദ പ്ലാസ്മോഡിയം ഡിഫറൻഷിയേറ്റ് ആൻഡ് ഫോംസ് ഫ്രൂട്ടിംഗ് ബോഡീസ് ബെയറിംഗ് സ്പോർസ് അറ്റ് ദ ടിപ്സ്. അപ്പം അൺഫേവറബിൾ കണ്ടീഷനിൽ അവർ എന്ത് ചെയ്യുന്നു? ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ആ പ്ലാസ്മോഡിയം ഡിഫറൻഷിയേറ്റഡ് ആവുന്നു. എന്ത് ഫോം ചെയ്യുന്നു? ഫ്രൂട്ടിംഗ് ബോഡീസ് ഫോം ചെയ്യുന്നു. ആ ഫ്രൂട്ടിംഗ് ബോഡീസിനകത്താണ് സ്പോർസ് ബെയർ ചെയ്യുന്നത്. ഓക്കെ, അതർ ടിപ്സിൽ നമുക്ക് സ്പോർസ് കാണാൻ പറ്റും. ഇത് സ്പോർസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് ട്രൂ ആയിട്ടുള്ള വാൾസ് ഉണ്ട്. ദേ ആർ ഹൈലി റെസിസ്റ്റൻസ് ആൻഡ് സർവൈവ് ഫോർ മെനി ഇയേഴ്സ്. ഒരുപാട് വർഷം സർവൈവ് ചെയ്യുന്ന ഹൈലി റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ സ്പോർസ്. അതുകൊണ്ടാണല്ലോ അവർക്ക് അൺഫേവറബിൾ കണ്ടീഷൻസിനെയൊക്കെ എന്താണ് അതിജീവിക്കാൻ പറ്റുന്നത്. ദ സ്പോർസ് ആർ ഡിസ്പേഴ്സ്ഡ് ബൈ എയർ കറൻസ്. ഓക്കെ, സ്പോർസ് ഡിസ്പേഴ്സ്ഡ് ആവുന്നത് സ്ലൈം മോൾസിൻ്റെ കേസിൽ എന്താണ്? എയർ കറൻസ് വഴിയാണ്. സോ സ്ലൈം മോൾസ് അൺഫേവറബിൾ കണ്ടീഷനിലാണെങ്കിൽ എന്ത് ചെയ്യുന്നു? പ്ലാസ്മോഡിയം ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, ഫ്രൂട്ടിംഗ് ബോഡി ഫോം ചെയ്യുന്നു, ബെയറിംഗ് സ്പോർസ് അതർ ടിപ്സ്. ട്രൂ വാൾസ് ആണ് സ്പോർസിനുള്ളത്. ഹൈലി റെസിസ്റ്റൻ്റ് ആണ്, സർവൈവ് ഫോർ മെനി ഇയേഴ്സ്. സ്പോർസ് എങ്ങനെ ഡിസ്പേഴ്സ്ഡ് ആവുന്നത്? എയർ കറൻസ് വഴി. കിങ്ഡം പ്രോട്ടിസ്റ്റയുടെ ലാസ്റ്റ് ഗ്രൂപ്പാണ് നമ്മുടെ പ്രോട്ടോസോയിൻസ് എന്ന് പറയുന്നത്. അവർ ഹെറ്ററോട്രോപ്സ് ആണ്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് പഠിച്ച ക്രൈസോഫൈറ്റ്സ് എന്തായിരുന്നു? ഫോട്ടോസിന്തറ്റിക് ആയിരുന്നു. അതുപോലെ നെക്സ്റ്റ് പഠിച്ച ഡൈനോഫ്ലജലേറ്റ്സും ഫോട്ടോസിന്തറ്റിക് ആയിരുന്നു. പിന്നെ പഠിച്ച യൂഗ്ലിനോയിഡ്സ് എന്തായിരുന്നു? ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ഫോട്ടോസിന്തറ്റിക് ആയിരുന്നു. ആബ്സെൻസിൽ എന്തായിരുന്നു? ഹെറ്ററോട്രോഫിക് ആയിരുന്നു. എന്നാൽ പ്രോട്ടോസോയിൻസിൻ്റെ കേസിൽ കംപ്ലീറ്റ്ലി ഹെറ്ററോട്രോപ്സ് തന്നെയാണ്. പ്രിഡേറ്റേഴ്സ് ആകാം അല്ലെങ്കിൽ പാരസൈറ്റ്സ് ആകാം. പ്രിമിറ്റീവ് റിലേറ്റീവ്സ് ഓഫ് ആനിമൽസ് എന്നാണ് നമ്മൾ ഈ പ്രോട്ടോസോയിൻസിനെ പറയുന്നത്. ഓക്കെ, 4 groups of protozoans ഉണ്ട്. അമീബോയ്ഡ് പ്രോട്ടോസോയിൻസ്, ഫ്ലജലേറ്റഡ് പ്രോട്ടോസോയിൻസ്, സീലേറ്റഡ് പ്രോട്ടോസോയിൻസ് ആൻഡ് സ്പോറോസോയിൻസ്. ഓക്കെ, ഏതൊക്കെയാണ്? അമീബോയ്ഡ് പ്രോട്ടോസോയിൻ, ഫ്ലജലേറ്റഡ് പ്രോട്ടോസോയിൻ, സീലേറ്റഡ് പ്രോട്ടോസോയിൻ ആൻഡ് സ്പോറോസോയിൻ. സോ അമീബോയ്ഡ് പ്രോട്ടോസോയിൻസ് നോക്കുമ്പം ദേ ലിവ് ഇൻ ഫ്രഷ് വാട്ടർ, സീ വാട്ടർ ഓർ മോയിസ്റ്റ് സോയിൽ. ഓക്കെ, ഇത് ഫ്രഷ് വാട്ടറിലാകാം, സീ വാട്ടറിലാകാം, മോയിസ്റ്റ് സോയിലാകാം. ഇവിടെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം? അമീബോയ്ഡ് പ്രോട്ടോസോയിൻസിനെ കാണാൻ പറ്റും. ദേ മൂവ് ആൻഡ് ക്യാപ്ചർ പ്രേ ബൈ പുട്ടിംഗ് ഔട്ട് സ്യൂഡോപോഡിയ. സോ അവരുടെ ലോക്കോമോട്ടറി ഓർഗൻ്റെ പേരാണ് സ്യൂഡോപോഡിയ അല്ലെങ്കിൽ ഫോൾസ് ഫീറ്റ് എന്ന് പറയും. അത് യൂസ് ചെയ്താണ് അവർ ദേ മൂവ് ആൻഡ് ക്യാപ്ചർ പ്രേ. ഓക്കെ, സോ എക്സാമ്പിൾ എന്താണ്? അമീബ. അതുപോലെ തന്നെ എൻറ്റ് അമീബ. ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. ഈ സ്യൂഡോപോഡിയ ഉള്ളതിൻ്റെ എക്സാമ്പിൾ ആണ് ആക്ച്വലി അമീബ. മെറൈൻ ഫോംസ് ഹാവ് എന്താണ്? സിലിക്ക ഷെൽസ് ഓൺ ദ സർഫസിൽ മെറൈൻ ഫോംസിലാണെങ്കിൽ നമുക്ക് സിലിക്ക ഷെൽസ് കാണാൻ പറ്റും. ചിലത് പാരസൈറ്റ്സ് ആണ്. പാരസൈറ്റ്സിന് എക്സാമ്പിൾ ആണ് ആക്ച്വലി എൻറ്റ് അമീബ. നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പാരസൈറ്റ് ആണ് അല്ലേ എൻറ്റ് അമീബ. ഹിസ്റ്റോളിറ്റിക്ക, അമീബിക് ഡിസെൻട്രി ഒക്കെ ഉണ്ടാക്കുന്നത്. സോ പാരസൈറ്റ്സ് ആണ് എൻറ്റ് അമീബ പോലെയുള്ളവർ. ഈ സ്യൂഡോപോഡിയ പോലെയുള്ള ഫോൾസ് ഫീറ്റ് കാണുന്ന എക്സാമ്പിൾ ആണ് എന്താ? അമീബ. ഓക്കെ, അതിൻ്റെ ഫിഗേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദിസ് ഇസ് എൻറ്റ് അമീബ ആൻഡ് അമീബ ഇസ് ദേ. ഇനി ഫ്ലജലേറ്റഡ് പ്രോട്ടോസോയിൻസ് നോക്കാം. ദേ ആർ ഫ്രീ ലിവിങ് ഓർ പാരസൈറ്റിക്. ഓക്കെ, ഫ്രീ ലിവിങ് ആവാം അല്ലെങ്കിൽ പാരസൈറ്റിക് ആകാം. ദേ ഹാവ് എന്താണ്? ഫ്ലജല്ല പ്രസൻ്റ് ആണെന്ന് ഓർക്കുക. പാരസൈറ്റിക് ഫോംസ് എന്താണ്? ദേ കോസ് ഡിസീസസ് ലൈക്ക് സ്ലീപ്പിംഗ് സിക്നസ് ഉണ്ടാക്കുന്ന ഒരു പ്രോട്ടോസോയിൻ ആണ് നമ്മുടെ ഫ്ലജലേറ്റഡ് പ്രോട്ടോസോയിൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്താണ്? ട്രിപ്പനോസോമയാണ് ആക്ച്വലി ഈ സ്ലീപ്പിംഗ് സിക്നസ് ഉണ്ടാക്കുന്ന പാരസൈറ്റ്. നെക്സ്റ്റ് സീലിയേറ്റഡ് പ്രോട്ടോസോയിൻ ആണ്. ദേ ആർ അക്വാട്ടിക് ആക്റ്റീവ്ലി മൂവിങ് യൂസിങ് സീലിയ. സോ അവരുടെ ലോക്കോമോട്ടറി ഓർഗൻ എന്താണ്? സീലിയാണ്. ദേ ഹാവ് എ ക്യാവിറ്റി ദാറ്റ് ഇസ് നോൺ ആസ് ഗള്ളറ്റ് ദാറ്റ് ഓപ്പൺസ് ടു ഔട്ട്സൈഡ്. ഓക്കെ, ഒരു ക്യാവിറ്റി അവർക്കുണ്ട്. ആ ക്യാവിറ്റി ഔട്ട്സൈഡ് ഓപ്പൺ ചെയ്യുന്നതാണ്. ആ ക്യാവിറ്റിയുടെ പേര് എന്താണ്? ഗള്ളറ്റ്. ഓക്കെ, അതുപോലെ നമ്മൾ പഠിച്ചൊരു കാര്യമാണ് യൂഗ്ലിനോയിഡ്സിനാണെങ്കിൽ എന്തുണ്ട്? പ്രോട്ടീൻ റിച്ച് ലെയർ ഉണ്ട് ദാറ്റ് ഇസ് പെല്ലിക്കൽ. ഇങ്ങനെയൊക്കെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ നമ്മൾ എന്തായാലും ഓർത്ത് വയ്ക്കാം. സോ സീലിയേറ്റഡ് പ്രോട്ടോസോയിൻസിൽ എന്തുണ്ട്? സീലി ഉണ്ടെന്ന് പറഞ്ഞു. ഡ്യൂ ടു ദ മൂവ്മെന്റ് ഓഫ് സീലി എന്താണ്? വാട്ടർ വിത്ത് ഫുഡ് എൻറ്റേഴ്സ് ഇൻ ദ ഗള്ളറ്റ്. ഓക്കെ, വിത്ത് ഫുഡ് വാട്ടർ എന്ത് ചെയ്യുന്നു? ആ ഗള്ളറ്റിലേക്ക് എൻറ്റർ ചെയ്യുന്നു. എക്സാമ്പിൾ എന്താണ്? പാരമീഷ്യം. ഓക്കെ, പാരമീഷ്യമാണ് സീലിയേറ്റഡ് പ്രോട്ടോസോയിൻ എക്സാമ്പിൾ. സോ അക്വാട്ടിക് ആണ്, ആക്റ്റീവ്ലി മൂവിങ് യൂസിങ് ദ സീലിയ ദാറ്റ് ഇസ് ദ ലോക്കോമോട്ടറി ഓർഗൻ. ദേ ഹാവ് എ ക്യാവിറ്റി. സോ വാട്ട് ഇസ് ദ ക്യാവിറ്റി? ദാറ്റ് ഇസ് ഗള്ളറ്റ് ദാറ്റ് ഓപ്പൺസ് ടു ഔട്ട്സൈഡ്. ഡ്യൂ ടു ദ മൂവ്മെന്റ് ഓഫ് സീലിയ എന്താണ്? ഫുഡ് വിത്ത് വാട്ടർ എൻറ്റേഴ്സ് ഇൻ ദ ഗള്ളറ്റ്. എക്സാമ്പിൾ പാരമീഷ്യം. നെക്സ്റ്റ് നമ്മുടെ പ്രോട്ടോസോയിൻസിൻ്റെ ലാസ്റ്റ് ഗ്രൂപ്പാണ്. ഇറ്റ് ഇസ് സ്പോറോസോയിൻസ്. സ്പോറോസോയിൻസിൻ്റെ പ്രത്യേകത എന്താണ്? ദേ ഹാവ് ആൻ ഇൻഫെക്ഷ്യസ് സ്പോർ ലൈക്ക് സ്റ്റേജ് ഇൻ ദ ലൈഫ് സൈക്കിൾ. ഓക്കെ, അവരുടെ ലൈഫ് സൈക്കിളിൽ ഒരു ഇൻഫെക്ഷ്യസ് സ്പോർ ലൈക്ക് സ്റ്റേജ് ഉണ്ട്. അതുകൊണ്ടാണ് അവർക്ക് സ്പോറോസോയിൻസ് എന്നുള്ള ആ ഒരു നെയിം തന്നെ കിട്ടിയത്. എക്സാമ്പിൾ എന്താണ്? പ്ലാസ്മോഡിയം. ഓക്കെ, പ്ലാസ്മോഡിയം എന്താണ്? മലേറിയൽ പാരസൈറ്റ് ആണ്. നമുക്ക് അറിയാവുന്ന ഒരു പാരസൈറ്റ് ആണത്. എന്തുണ്ടാക്കുന്നതാണ്? മലേറിയ ഉണ്ടാക്കുന്നതാണ്. പ്ലാസ്മോഡിയത്തിൻ്റെ തന്നെ പലതരം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. സോ ഇൻഫെക്ഷ്യസ് സ്പോർ ലൈക്ക് സ്റ്റേജ് ആണ് ഉണ്ടാക്കുന്ന നമ്മുടെ പ്രോട്ടോസോയിൻസിൻ്റെ ഗ്രൂപ്പ് ഏതാണ്? സ്പോറോസോയിൻസ് ആണ്. അതുകൊണ്ടാണ് ആ ഒരു നെയിം തന്നെ കിട്ടിയത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ലോക്കോമോട്ടറി ഓർഗൻ ഇല്ല. നമ്മൾ ഫസ്റ്റ് പഠിച്ച അമീബോയ്ഡ് പ്രോട്ടോസോയിൻസിനായിരുന്നെങ്കിൽ അവരുടെ ലോക്കോമോട്ടറി ഓർഗൻ അമീബ ആയിരുന്നു.
ഫ്ലജലേറ്റഡ് പഠിച്ചപ്പം ലോക്കോമോട്ടറി ഓർഗൻ ഫ്ലജല്ലേ ആയിരുന്നു. സീലിയേറ്റഡ് പഠിച്ചപ്പം ലോക്കോമോട്ടറി ഓർഗൻ എന്തായിരുന്നു? സീലി ആയിരുന്നു. പക്ഷേ സ്പോറോസോയിൻസിൻ്റെ കേസിൽ അവർക്ക് ലോക്കോമോട്ടറി ഓർഗൻ ആബ്സെൻ്റ് ആണ്, പക്ഷേ അവർക്ക് ഇൻഫെക്ഷ്യസ് സ്പോർ ലൈക്ക് സ്റ്റേജ് ഉണ്ട്. ഓക്കെ, എക്സാമ്പിൾ പ്ലാസ്മോഡിയം. സ്പോറോസോയിൻ്റെ എക്സാമ്പിളാണ് പ്ലാസ്മോഡിയം പഠിച്ചത്. ഇനി സീലിയേറ്റഡിൻ്റെ എക്സാമ്പിൾ എന്തായിരുന്നു? പാരമീഷ്യം. ഫ്ലജലേറ്റഡിൻ്റെ എക്സാമ്പിൾ ട്രിപ്പനോസോമ. അമീബോയ്ഡ് പ്രോട്ടോസോയിൻ്റെ എക്സാമ്പിൾ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? അമീബിയം, അതുപോലെ തന്നെ എൻഡമീബ. ഓക്കെ, നമ്മുടെ പ്ലാസ്മോഡിയത്തിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. പ്ലാസ്മോഡിയം ഫാൾസിപ്പാരം, പിന്നെ വൈവാക്സ്, മലേരിയയെ, അതുപോലെ ഒവെയിൽ. ഫാൾസിപ്പാരം എന്നൊക്കെ പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള നമ്മുടെ മലേറിയൽ പാരസൈറ്റ് ആണെന്ന് നമുക്കറിയാം. സോ ഇത്രയാണ് കിങ്ഡം പ്രോട്ടിസ്റ്റയിലുള്ളത്. കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ നമ്മൾ ഏതൊക്കെ ഗ്രൂപ്പാണ് നോക്കിയത്? ക്രൈസോഫൈറ്റ്സ് നോക്കി, ഡൈനോഫ്ലജലേറ്റ്സ് നോക്കി, ദെൻ യൂഗ്ലിനോയിഡ്സ് ആൻഡ് സ്ലൈമോൾസ്, പിന്നെ പ്രോട്ടോസോയിൻസും കൂടെ നോക്കി. പ്രോട്ടോസോയിൻസിൽ തന്നെ അമീബോയ്ഡ് പ്രോട്ടോസോയിൻ ഉണ്ട്, ഫ്ലജലേറ്റഡ് ഉണ്ട്, സീലിയേറ്റഡ് ഉണ്ട്, സ്പോറോസോയിൻസ് ഉണ്ട്. സോ ഇതൊക്കെയാണ് കിങ്ഡം പ്രോട്ടിസ്റ്റ. സോ നമുക്ക് കിങ്ഡം പ്രോട്ടിസ്റ്റയുടെ പാർട്ട് NCERT ഒന്ന് വായിക്കാം. ഓൾ സിംഗിൾ സെൽ യൂക്കാരിയോട്സ് ദേ ആർ പ്ലേസ്ഡ് അണ്ടർ പ്രോട്ടിസ്റ്റ. സോ എല്ലാ യൂണിസെല്ലാർ ആയിട്ടുള്ള യൂക്കാരിയോട്സും വരുന്നത് എവിടെയാണ്? കിങ്ഡം പ്രോട്ടിസ്റ്റയാണ്. ബട്ട് ദ ബൗണ്ടറീസ് ഓഫ് ദിസ് കിങ്ഡം ആർ നോട്ട് വെൽ ഡിഫൈൻഡ്. What may be a photosynthetic protestant to one biologist may be a plant to another. In this book, we include chrysophytes, അതുപോലെ തന്നെ dinoflagellates, euglenoids, slime molds and protozoans under protista. Members of protista, they are primarily എന്താണ്? Aquatic ആണ്. This kingdom forms a link with the others dealing with plants, animals and fungi. Being eukaryotes, the protestant cell body contains a well-defined nucleus, അതുപോലെ തന്നെ and other membrane-bound organelles are also present. Some have flagella or cilia. Protists reproduce asexually and sexually by a process involving എന്ത് പ്രോസസ്സിലൂടെയാണ് asexual and sexual reproduction നടക്കുന്നത്? It is by the cell fusion and zygote formation. Clear? സോ എല്ലാ യൂണിസെല്ലാർ ഓർഗാനിസംസ് വരുന്ന ഗ്രൂപ്പാണ് പ്രോട്ടിസ്റ്റേ എന്ന് ഓർക്കുക. ഏതൊക്കെ ഗ്രൂപ്പ്സ് ആണ് പ്രോട്ടിസ്റ്റേ തന്നെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്? ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈമോൾസ് ആൻഡ് പ്രോട്ടോസോയിൻസ്. പ്രൈമർലി അക്വാട്ടിക് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉണ്ട്, മെമ്പറൈൻ ബൗണ്ട് ഓർഗനൽസ് ഉണ്ട്, ചിലർക്ക് ഫ്ലജല്ല ഉണ്ട്, സീലി ഉണ്ട്, അതുപോലെ അസെക്ഷലി ആൻഡ് സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ബൈ ദ പ്രോസസ് ഓഫ് സെൽ ഫ്യൂഷൻ ആൻഡ് സൈഗോട്ട് ഫോർമേഷൻ. ഫസ്റ്റ് ഗ്രൂപ്പായിട്ടുള്ള ക്രൈസോഫൈറ്റ്സ് നോക്കാം. ദിസ് ഗ്രൂപ്പ് ഇൻക്ലൂഡ്സ് ഡയറ്റംസ് ആൻഡ് ഗോൾഡൻ ആൽഗെ. ഗോൾഡൻ ആൽഗെ പറയുന്നതാണ് ഡെസ്മിഡ്സ്. ക്ലിയർ? ഗോൾഡൻ ആൽഗെ ഓർ ഡെസ്മിഡ്സ് ആൻഡ് ഡയറ്റംസ് were included. They are found in fresh water as well as in marine environments. They are microscopic and float passively in water currents, that is plankton. Most of them are photosynthetic ആണ്. In diatoms, the cell wall form എന്താണ്? Two thin overlapping shells are there who fit together as in soft box. The walls are embedded with silica and thus the walls are indestructible. Thus diatoms have left behind a large amount of cell wall deposits in their habitat. Their accumulation over billions of years is referred to as diatomaceous earth. Being gritty, the soil is used in polishing, filtration of oils and syrups. Diatoms are എന്താണ്? Chief producers in the ocean. Next group, dinoflagellates. These organisms are mostly marine and photosynthetic ആണ്. They appear yellow, green, brown, blue or red depending on the main pigments present in the cell. The cell wall has stiff cellulose plates on the outer surface. Most of them have two flagella. രണ്ട് flagella ആണ് അവർക്കുള്ളത്. One lies longitudinally and the other transversely in a furrow between the two plates. Very often red dinoflagellates. Example എന്തായിരുന്നു? Gonialax. Undergo such rapid multiplication that they make the sea appear red. That is red tides. So red tides ഉണ്ടാക്കുന്ന Gonialax ആണ്. It's a dinoflagellate. Toxins released by such large numbers may even kill other marine animals such as fishes. ഇതൊരു ഡൈനോഫ്ലജല്ലേറ്റിൻ്റെ പിക്ചറാണ് കേട്ടോ. ഡൈനോഫ്ലജല്ലേറ്റ്. നെക്സ്റ്റ് ഗ്രൂപ്പ് യൂഗ്ലിനോയിഡ്സ്. മെജോറിറ്റി ഓഫ് ദം ആർ ഫ്രഷ് വാട്ടർ ഓർഗാനിസംസ് ആണ് നമ്മൾ പറഞ്ഞു. ഫൗണ്ട് ഇൻ സ്റ്റാഗ്നന്റ് വാട്ടർ. Instead of a cell wall, they have a protein-rich layer that is known as pellicle, which makes the body flexible. They have two flagella, one short and long one. ഇവിടെയും രണ്ട് ഫ്ലജല്ലകൾ ഉണ്ട്, one long and short one. Though they are photosynthetic in the presence of sunlight, when they are deprived of sunlight, they behave like heterotrophs by predating on other small organisms. Interestingly, the pigments of euglenoids are identical to those present in higher plants. Okay, pigments higher plants not similar ആണ് നമ്മൾ പറഞ്ഞു. Euglena is the example for euglenoids. സ്ലൈമോൾസിലേക്ക് വരുമ്പം സ്ലൈമോൾസ് സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റ് ആണ്. The body moves along decaying twigs and leaves engulfing organic material. Under suitable conditions, they form an aggregation that is known as plasmodium, which may grow and spread over several feet. During unfavorable condition ആണെങ്കിൽ
The plasmodium differentiate and forms എന്താണ് fruiting bodies. So favorable conditionsലാണ് plasmodium form ചെയ്യുന്നതെങ്കിൽ unfavorable conditionൽ അവർ spores ആണ് produce ചെയ്യുന്നത്. എങ്ങനെയാണ് unfavorable conditionൽ അവരുടെ plasmodium ആണ് അത് differentiate ചെയ്ത് fruiting bodies ആയിട്ട് form ചെയ്യും. That bears spores at the tips. The spores എന്ത് ചെയ്യുന്നു? They possess true walls. They are extremely resistant and survive for many years. Under adverse conditions, the spores are dispersed by air currents. അതാണ് slime molds നെ കുറിച്ച് പറയാനുള്ളത്. Next is protozoans. All protozoans are heterotrophs ആണ്. They live as predators or as parasites. So predators ആയിട്ട് ജീവിക്കുന്നവരുണ്ട്, parasites ആയിട്ട് ജീവിക്കുന്നവരുണ്ട്. എല്ലാവരും heterotrophs ആണ്. They are believed to be the primitive relatives of animals. Major 4 types of protozoans നമുക്ക് കാണാൻ പറ്റും. The first one is amoeboid protozoan. These organisms live in fresh water, sea water or moist soil. They move and capture their prey by putting out pseudopodia, that is known as false feet in amoeba. Marine forms ആണെങ്കിൽ they have silica shells on the surface. Some of them എന്തായിരുന്നു ent amoeba. അവരെന്താണ് parasites ആണ്. Clear? So അമീബയ്ക്കാണ് നമ്മുടെ pseudopodia false feet ഉള്ളത്. ent amoeba ഒരു parasite ആണ്. Then we are moving on to flagellated protozoans. The members of this group are either free living or parasitic. So ചിലർ free living ആണ്, അതുപോലെ തന്നെ ചിലർ parasitic ആണ്. അവർക്ക് എന്തുണ്ട്? flagella ഉണ്ട്. The parasitic forms cause diseases such as sleeping sickness ഉണ്ടാക്കുന്നുണ്ട്. Example എന്താണ്? trypanosoma. ഇനി So flagellated protozoa നമ്മൾ പറഞ്ഞു either free living or parasitic. Flagella ആണ് locomotory organ. Disease ഉണ്ടാക്കുന്നത് sleeping sickness. Example trypanosoma. Ciliated protozoa നോക്കുകയാണെങ്കിൽ they are aquatic ആണ്. അതുപോലെ തന്നെ actively moving organisms ആണ് because of the presence of thousands of cilia and they have a cavity that is known as gullet. So ciliated protozoansനാണ് gullet ഉള്ളതെന്ന് ഓർക്കാം. That opens to the outside of the cell surface and coordinated movement of rows of cilia cause the water laden with food to be stirred into the gullet. Okay. It is because of the coordinated movement of the rows of cilia. Okay. For example, paramecium, that is an example for ciliated protozoan. Clear? Next is what? Sporozoans. Sporozoans നോക്കുകയാണെങ്കിൽ this includes diverse ആയിട്ടുള്ള organisms ആണ് that have an infectious spore-like stage ആണ് in the life cycle. Okay. So the most notorious is plasmodium. So notorious എന്നറിയപ്പെടുന്നതാണ് നമ്മുടെ plasmodium. അതൊരു malarial parasite ആണ് നമുക്കറിയാം which causes malaria, a disease which has staggering effect on human population. Human population ഒരു staggering effect തന്നെയുള്ള ഒരു malarial parasite or disease ആണ് malaria. അതുണ്ടാക്കുന്ന parasite ആണ് നമ്മുടെ plasmodium. So that is an example for a sporozoan. Clear? So നമ്മൾ kingdom protistയുടെ different groups chrysophytes, dinoflagellates, euglenoids, slime molds and protozoans. Protozoansൻ്റെ 4 ഗ്രൂപ്പ്സും എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. കംപ്ലീറ്റ് നമ്മൾ NCERT വായിച്ച് റിവൈസ് ചെയ്തു. ഓക്കെ.